ഇന്ന് ഒരു നെയ് റോസ്റ്റ് ഉണ്ടാക്കാം. ഇതിന് പച്ചരി കുതിർക്കേണ്ട, അരിപ്പൊടി കൊണ്ടാണ്. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് 1/2 ഗ്ലാസ് ഉഴുന്ന് 4 മണിക്കൂർ കുതിർത്ത് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു മിക്സിയുടെ വലിയ ബൗളിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അരയ്ക്കണം. നല്ലതുപോലെ അരയ്ക്കണം. ഇതിലേക്ക് 1/2 ഗ്ലാസ് ചോറും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് വീണ്ടും നല്ലതുപോലെ അരയ്ക്കുക. ഇതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി, നല്ല അപ്പപ്പൊടി, നൈസായിട്ടുള്ള പൊടിയും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് വീണ്ടും മിക്സിയിലാക്കി നല്ലതുപോലെ അരച്ച് ഒരു വലിയ പാത്രത്തിലാക്കി വെക്കുക. സാധാരണ എടുക്കുന്ന പാത്രത്തിൽക്കാൾ അല്പം വലിപ്പമുള്ള പാത്രമായിരിക്കാം, ഫെർമെൻറ്റേഷന് വേണ്ടിയാണ്. ഇത് ഓവർനൈറ്റ് അല്ലെങ്കിൽ 8 മുതൽ 10 മണിക്കൂർ വരെ ഇത് മാവ് പുളിക്കാനായിട്ട് വെക്കുക. മാവ് പുളിച്ച് കഴിയുമ്പോൾ 8 മണിക്കൂർ കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വേണ്ട 1/2 ടീസ്പൂണിന് താഴെ ഉപ്പും ഒരു ടീസ്പൂൺ ഒരു ചെറിയൊരു സ്പൂണിന് 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ദോശക്കല്ലിൽ അല്പം നെയ്യ് പുരട്ടിയിട്ട് നല്ലതുപോലെ തുണി കൊണ്ട് തുടച്ച് അതിൻ്റെ നെയ്മയെ മുഴുവൻ മാറ്റി ഓരോ തവിയായി കോരി ഒഴിച്ച് ബ്രൗൺ നിറമാകുമ്പോൾ ചുരുട്ടിയെടുത്താൽ നമ്മുടെ സൂപ്പർ നെയ് റോസ്റ്റ് ഇവിടെ റെഡിയാകും. ചൂട് ക്രമീകരിക്കാൻ എപ്പോഴും തുണി കൊണ്ട് ഫ്രൈ പാൻ തുടയ്ക്കണം. ഓരോ തവി മാവ് നല്ല ഘനം കുറച്ച് പരത്തിയെടുത്താൽ നല്ല അകത്തമ്പൊരി എണ്ണയോ നെയ്യോ അതിന് മുഖത്ത് അല്പം തൂകണം. എന്നിട്ട് ഇത് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് അരികീന്ന് തന്നെ അത് ചുരുട്ടിയെടുക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സക്സസ് ആയാൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ കാണാം. നെയ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കും. ബൈ. നെയ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതുപോലെ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ്, ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്യൂ. താങ്ക് യു.